എല്ലാവർക്കും ജെമിനി മതി. ചാറ്റ് ജിപിടിയുടെ ജിബിലി ട്രെൻഡ് കഴിഞ്ഞു. ഇപ്പോൾ നാനോ ബനാന സാരിയാണ് ട്രെൻഡ്. സോഷ്യൽ മീഡിയ തുറന്നാൽ 90കളിലെ റെട്രോ ബോളിവുഡ് സ്റ്റൈലിൽ ചുവന്ന സാരിയും പൂവും വെച്ച AI ഫോട്ടോസാണ്. യഥാർത്ഥ ഫോട്ടോ കൊടുത്ത് ഒരു സിമ്പിൾ ടെക്സ്റ്റ് പ്രോംപ്റ്റും കൊടുത്താൽ നിമിഷങ്ങൾക്കുള്ളിൽ ഒരു അടിപൊളി ഫോട്ടോ കയ്യിൽ കിട്ടും. സാരി മാത്രമല്ല, ഏത് ലുക്കിലും ഭാവത്തിലും ഇമേജ് കിട്ടുമെന്നതാണ് നാനോ ബനാനയെ ട്രെൻഡിങ് ആക്കിയത്. പക്ഷേ കാര്യം AI ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് സുരക്ഷിതമാണോ എന്നൊരു സംശയം ഉയർന്നു വന്നിരുന്നു. സാരി ട്രെൻഡ് അത്ര സുഖമുള്ള അനുഭവമല്ല തനിക്ക് നൽകിയതെന്ന് പറഞ്ഞ് ഒരു യുവതി രംഗത്തെത്തിയതോടെ സംശയങ്ങൾ ആശങ്കകളായി. കുഴപ്പക്കാരനാണോ നാനോ ബനാന? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ട്രെൻഡിന്റെ ഭാഗമാകാൻ ജെമിനി നാനോയിൽ ചിത്രവും പ്രോംപ്റ്റും നൽകിയപ്പോൾ ലഭിച്ച ചിത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അമ്പരന്നുപോയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ജലക് ഭവാനി എന്ന യുവതി ഷെയർ ചെയ്തത്. ഫുൾ സ്ലീവ് ചുരിദാറിട്ട ഒരു ഫോട്ടോയായിരുന്നു ജെമിനിയിൽ റെഫറൻസായി നൽകിയത്. നാനോ ബനാന നൽകിയത് കൈൻ്റെ ഒരു ഭാഗത്ത് മറുകുള്ള ചിത്രമായിരുന്നു. തന്റെ ശരീരത്തിൽ ഒരു മറുകുള്ള വിവരം ജെമിനി നാനോ എങ്ങനെ അറിഞ്ഞെന്നാണ് യുവതി ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയയിലോ AI പ്ലാറ്റ്ഫോമിലോ അപ്ലോഡ് ചെയ്യുന്നത് എന്തും ശ്രദ്ധിക്കുക എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിയതോടെ വിഷയം ഒരു ചർച്ചയായി. 7 മില്യണോളം പേർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു. ജെമിനി ഗൂഗിളിൻ്റെതാണ്. AI ചിത്രം നിർമ്മിക്കാൻ അവർ നിങ്ങളുടെ ഫോട്ടോകളും വീഡിയോകളും എല്ലാം പരിശോധിക്കും. ഒരു ചിത്രം നിർമ്മിക്കാൻ നിങ്ങൾ AIയോട് ആവശ്യപ്പെടുമ്പോൾ മുൻപ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ചിത്രങ്ങളും അത് ഉപയോഗിക്കുമെന്ന് ഒരു ഉപയോക്താവ് കമന്റ് ഇട്ടത് ശ്രദ്ധേയമായി. ഇതോടെ നാനോ ബനാനയ്ക്കായി ജെമിനി AIയിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് സുരക്ഷിതമാണോ എന്ന ചർച്ചയും സജീവമാകുന്നു. ഡാറ്റ മിസ്യൂസ് ചെയ്യുക, പ്രൈവസി ഇഷ്യൂസ്, ഡീപ് ഫേക്കുകൾ തുടങ്ങിയ ആശങ്കകളും ഉയർന്നു. ഡിസൈനിങ് ലോകത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്നുവെന്ന പ്രഖ്യാപനവുമായി ഗൂഗിൾ അവതരിപ്പിച്ച വമ്പൻ ഇമേജ് എഡിറ്റിംഗ് ടൂളാണ് നാനോ ബനാന. ഗൂഗിളിന്റെ ജെമിനി 2.5 ഫ്ലാഷ് ഇമേജ് മോഡലിന്റെ ഭാഗമാണ് ഈ ടൂൾ. ഒറിജിനൽ ഇമേജിനോട് പൂർണ്ണമായും നീതി പുലർത്തുന്ന ആദ്യ ചിത്രം നിർത്തിക്കൊണ്ട് തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ പുതിയൊരു പ്രൊഡക്റ്റ് നൽകാനാകുമെന്നതാണ് നാനോ ബനാനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാവരും ട്രെൻഡിനൊപ്പം പോയതോടെ വ്യക്തിഗത ചിത്രങ്ങൾ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സ്വകാര്യത, സുരക്ഷ, അപകട സാധ്യതകളെക്കുറിച്ച് മുന്നറിയിപ്പുകളും എത്തി. ഇന്റർനെറ്റിലെ ട്രെൻഡുകളിൽ ജാഗ്രത പാലിക്കണമെന്നും നാനോ ബനാന ഭ്രാന്തിന്റെ കെണിയിൽ വീഴുന്നത് അപകടമാണെന്നും BC സഞ്ജനാർ IPS എക്സിലൂടെ മുന്നറിയിപ്പ് നൽകി. വ്യക്തിഗത വിവരങ്ങൾ ഓൺലൈനിൽ പങ്കുവച്ചാൽ തട്ടിപ്പിനിരയാകാൻ സാധ്യതയുണ്ട്. ഒറ്റ ക്ലിക്ക് മതി ബാങ്ക് അക്കൗണ്ടിലെ പണമടക്കം പോകുമെന്നും അദ്ദേഹം പറയുന്നു. മാത്രമല്ല, ജെമിനിയുടെ വ്യാജനം ഇറങ്ങിയിട്ടുണ്ട്. അനൌദ്യോഗിക ആപ്പുകളായും വെബ്സൈറ്റുകളായും ഇത് നിങ്ങൾക്ക് മുന്നിലെത്താം. ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഡാറ്റ ഒരു ഫേക്ക് വെബ്സൈറ്റിലെത്തിയാൽ അത് വീണ്ടെടുക്കുക ബുദ്ധിമുട്ടായിരിക്കുമെന്നും സജനാർ IPS പറയുന്നു. ജെമിനി നാനോയുടെ ഇമേജ് ജനറേഷൻ ഫീച്ചർ ഉപയോക്താക്കൾ നൽകുന്ന പ്രോംപ്റ്റുകൾ ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇത് ഡാറ്റ ലീക്കിന് കാരണമായേക്കാമെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു. 2025 ഓഗസ്റ്റിൽ ഇത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺ ഡിവൈസ് പ്രോസസ്സിംഗ് കാരണം ഡാറ്റ ക്ലൗഡിലേക്ക് അയക്കുന്നില്ല എന്നാണ് ഗൂഗിൾ വാദിക്കുന്നതെങ്കിലും വിദഗ്ധർ ഇക്കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കാറുണ്ട്. ജെമിനിയുടെ കാര്യത്തിലും പേടിക്കാനൊന്നുമില്ല. ഫോട്ടോസ് എല്ലാം സുരക്ഷിതമാണെന്നാണ് ഗൂഗിൾ പറയുന്നത്. ജെമിനി ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന AI ചിത്രങ്ങളിൽ സിന്ത് ID എന്ന വാട്ടർമാർക്കുകൾ ഉണ്ട്. എന്നാൽ അവ അദൃശ്യമാണ്, ഉപയോക്താക്കൾക്ക് കാണാനാകില്ല. എന്നാൽ ഈ സിന്ത് ID കണ്ടെത്താനുള്ള എന്തെങ്കിലും ടൂളോ സംവിധാനമോ പൊതുജനങ്ങൾക്ക് ലഭ്യമല്ല. ഈ വാട്ടർമാർക്കുകളിൽ കൃത്രിമം കാണിക്കാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് എളുപ്പത്തിൽ റിമൂവ് ചെയ്ത് കളയാനോ എഡിറ്റ് ചെയ്യാനോ സാധിക്കും. AI ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോകളുടെ ഉത്തരവാദിത്തം ഉപയോക്താവിനാണ്. അതുകൊണ്ട് തന്നെ വാട്ടർമാർക്കുകൾ പരിശോധിക്കുക, പ്രൈവസി സെറ്റിംഗുകൾ ഓണാക്കുക. ഏറ്റവും പ്രധാനം, എല്ലാ ട്രെൻഡുകൾക്കും പുറകെ പോകുമ്പോൾ ജാഗ്രത പുലർത്തുക.